നിവൃത്തിയില്ല എന്നും ആ പ്രവാചകന്മാർ ഒരിക്കലും മുഹമ്മദിയുടെ ഉമ്മത്തിൽ പ്രവാചകനാകാൻ നിവൃത്തിയില്ല എന്നും പറഞ്ഞ ഭാഗമെടുത്തുകൊണ്ട് എവിടെ ഒരു മരം മുളച്ചപ്പോ തണലാണെന്ന് അറിഞ്ഞത്. അതേപോലുള്ള വാദമാണ് ഈ തണൽ കൊണ്ട് നടക്കുന്നത് മിർസാ സാഹിബിന്റെ കിതാബിലുണ്ട് എന്ന് പറയുന്നത്. ആ ഖാത്തമൻ നബിയിനെ ഇമാം റാഗിബ് പറഞ്ഞ കാര്യമാണ് ഇത് പറഞ്ഞത്. ഖാത്തം എന്ന പദം നല്ലപോലെ ശ്രദ്ധിച്ചു കേൾക്കുക. അറബി ഭാഷയിൽ നാളിതുവരെ പ്രയോഗത്തിൽ വന്നിട്ടുള്ള 40 ഉദ്ധരണികൾ ഖാത്തം എന്ന പദം സമൂഹ നാമത്തോട് ചേർത്ത് പറഞ്ഞ 40 ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എടുത്തു വെച്ചേരാം. സമയമാണ് എന്നെ പിടിച്ചു നിർത്തുന്നത്. ഒരൊറ്റ ഉദാഹരണം ഖാത്തം എന്ന സമൂഹനാമത്തോടു കൂടി പറഞ്ഞ് പൂർവകാല അറബി സാഹിത്യങ്ങളിൽ അവസാനത്തെ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചത് കാണിച്ചു തന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ വാദത്തെ പിൻവലിക്കാം. അതിന് ഖാത്തമുൽ ഖൗമി ആഖിറുഹും എന്ന് മുൻജിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. ഖാത്തമുൽ ഖൗമ് വന്നാൽ അവസാനത്തേതാണെന്ന് ഒരു ഡിക്ഷണറിയിൽ വന്നു എന്നാൽ അറബി ഭാഷയിൽ അത് പ്രയോഗിച്ച പ്രയോഗം എവിടെയും പറഞ്ഞിട്ടില്ല. ഡിക്ഷണറിക്കാരന്റെ വിശ്വാസം വരും. ഉദാഹരണമായി സാലൂസ് എന്ന് പറഞ്ഞാൽ ത്രിത്വം എന്ന അർത്ഥം. എന്നാൽ ഒരു ക്രിസ്ത്യാനി എഴുതിയ ഡിക്ഷണറിയിൽ എന്തായാലും അർത്ഥം എന്നറിയോ? ദി ഹോളി ട്രിനിറ്റി എന്ന പരിശുദ്ധ ത്രിത്വം. മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ സ്വാഡ് വാൾ, മുഹമ്മദൻ റൂളേഴ്സ് സ്പ്രെഡ് ഇസ്ലാം ബൈ സ്വാഡ് എന്ന് എഴുതി വെച്ചു. മുഹമ്മദൻ ഭരണകർത്താക്കൾ വാളുകൊണ്ടാണ് ഇസ്ലാം മതം പ്രചരിപ്പിച്ചതെന്ന് അവരുടെ വിശ്വാസം അവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. ഞാനിവിടെ പറയുന്നത് വിശ്വാസം പറഞ്ഞതല്ല, അറബി ഭാഷയിലുള്ള പ്രയോഗം. കോഴിക്കോടാണല്ലോ മുജാഹിദിന്റെ സെന്റർ ഉള്ളത്. കുറ്റിച്ചിറയില് ജിഫ്രി തങ്ങളുടെ മക്ബറയുടെ മുകളിൽ ഖാത്തിമത്തുൽ ഔലിയ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അവസാനത്തെ വലിയത്. എന്നാൽ അതിനുശേഷം വന്ന എത്ര വലിമാർക്കെതിരിൽ എത്ര സലഫിമാർ എത്ര അങ്ങാടിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഖാത്തം എന്ന് പറഞ്ഞാൽ അവസാനത്തെ എന്ന അർത്ഥം ലഭിക്കുകയില്ല. ഇനി മുദ്ര ഖുർആനിൽ കുറെ വന്നിട്ടുണ്ടല്ലോ. ഖുർആനിൽ എവിടെയും അവസാനത്തെ എന്ന അർത്ഥത്തിൽ ഖാത്തം പ്രയോഗിച്ചിട്ടില്ല. ഖണ്ഡന ഭയം തന്നെയാണ് പറയുന്നത്. ഖത്തമല്ലാഹു അലാ ഖുലൂബി എന്നൊരു പക്ഷേ പറയണ്ടോ? അള്ളാഹു അവരുടെ ഹൃദയങ്ങളിൽ മുദ്ര വെച്ചിരിക്കുന്നു. ആ ആയത്തിറങ്ങിയതിന് ശേഷം, ബദർ യുദ്ധത്തിന് ശേഷമാണ് ഈ ആയത്തിറങ്ങിയത്. സൂറ ബഖറ ഉഹദ് വരെയാണ് ഇറങ്ങിയത്. അതിനുശേഷം അള്ളാഹു മുദ്ര വെച്ച ഹൃദയങ്ങൾ മക്ക ഫത്ഹ് നടക്കുമ്പോൾ ഇസ്ലാം ആശ്ലേഷിച്ചവരായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ഇസ്ലാം പ്രവേശിച്ചവരുടെ ഹൃദയങ്ങളിലേക്ക് ഒന്നും പ്രവേശിക്കുകയില്ല എന്ന് ബദർ യുദ്ധം മുതൽ ഉഹദ് യുദ്ധം വരെ ഇറങ്ങിയ ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം എന്ന സൂറത്തുൽ ബഖറ മുഴുവൻ ഇറങ്ങിയ കാലഘട്ടത്തിന് ശേഷമാണ് അവിടെയുള്ള ആളുകൾ ഇസ്ലാം മതം ആശ്ലേഷിച്ചത് എന്ന് വരുമ്പോൾ അവസാനിപ്പിക്കലല്ല ഉദ്ദേശിച്ചത്, കുഫ്റോടെ കയറുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന അതൊരു പ്രയോഗമാണ്. അതല്ല ഹൃദയങ്ങൾ അവസാനിപ്പിച്ചു, ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ചു എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്കായി എന്നതിനർത്ഥം ആരും ഇതുവരെ എഴുതിയിട്ടില്ല. ഒരു കത്തിന്റെ സീൽ വെച്ചു എന്ന് പറഞ്ഞാൽ ലോകത്തൊരു സീലും ഇന്നേ വരെ ഒരു കത്ത് അവസാനിപ്പിക്കാൻ വെച്ചിട്ടില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കാണിച്ചു തരിക. സീൽ കത്തിന്റെ മുകളിലും വെക്കാം, മധ്യത്തിലും വെക്കാം, അടിയിലും വെക്കാം. പക്ഷേ ഇന്നേ വരെ സീൽ വെച്ച ഒരു വ്യക്തിയും കത്ത് അവസാനിപ്പിക്കാനല്ല സീൽ വെച്ചത്. പോസ്റ്റ് ഓഫീസിൽ സീൽ വെച്ചത് കത്ത് തുറക്കാതിരിക്കാനല്ല, തുറക്കാതിരിക്കാൻ അവിടെ വെച്ചത് ഗമ്മ വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്തത്. സീൽ വെച്ചാൽ അത് ഡെലിവറി, നമ്മൾ പോസ്റ്റ് ചെയ്ത പോസ്റ്റ് ഓഫീസിൽ സീൽ വെക്കും, ഡെലിവറി പോസ്റ്റ് ഓഫീസിൽ ചെന്നാൽ സീൽ വെക്കും, അതിനിടയിൽ ഹെഡ് ഓഫീസിൽ സീൽ വെക്കും. കത്ത് കിട്ടിയാൽ വലിച്ചു തുറക്കുകയും ചെയ്യും. തുറക്കാതിരിക്കുന്ന സീൽ ലോകത്തെവിടെയും വെച്ചിട്ടില്ല. ഓതൻസിറ്റിക്ക് അധികാരപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സീൽ വെച്ചിട്ടുള്ളത്. എവിടെയാണ് അവസാനത്തെ എന്ന അർത്ഥമുള്ളത്? ഇനി സലഫിക്ക് പറയാനുള്ള എന്താണെന്നറിയോ? ഇവര് ഖുർആന്റെ ആയത്ത് ദുർവ്യാഖ്യാനിക്കുന്നു. ഖാത്തമിനെ കുറിച്ച് വീണ്ടും പറയാനാണ്, ഞാൻ അങ്ങോട്ട് ഇപ്പൊ പോകുന്നില്ല. സലഫി ഒന്നുകൂടി വരാറുണ്ട് പതിവനുസരിച്ച്. മൂന്നാമത് വന്നതായിട്ട് തെളിവില്ല. അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ ഒരിക്കൽ വന്ന് പിന്നെ വന്നിട്ടില്ല.
മുജാഹിദുകൾക്ക് ഫത്ഹായ സ്ഥലമാണ് എടത്തനാട്ടുകര. സുന്നികൾ വളരെ വിരളമായിട്ടേ അവിടെയുള്ളൂ. അഹമ്മദികളും അത്രയുള്ളൂ. അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുമ്പിലാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അതേ സ്ഥലത്ത് തന്നെയാണ്. അതിന് ഞാൻ ഇസ്മായിൽ തന്നെയാണ് മറുപടിയും പറഞ്ഞു. പിന്നെ പറഞ്ഞിട്ടില്ല. പിന്നെ കയറിച്ചെന്നോ അമാമത്തുൽ ബുഷ്റ കാണിച്ചു എന്നൊക്കെ പറയണ്ടല്ലോ, അതൊക്കെ കളവാണ്. അവിടെ ആരും കയറി വന്നിട്ടില്ല. അദ്ദേഹത്തിന് കയറി വരാൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ കയറി വരാം. പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹം അദ്ദേഹം കാണിക്കാൻ മുതിരുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ പറഞ്ഞു വന്നത് മറ്റൊരു സംഗതി കൂടി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം പ്രവാചകനുണ്ട് എന്ന് ഖുർആനിൽ എവിടെയെന്ന് ചോദിച്ചാൽ മീസാഖുൻ നബീൻ ആയത്തോതെന്ന് പറയും. അതായത് വഇദ അഖദല്ലാഹു മീസാഖൻ നബീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ സുമ്മ ജാഅക്കും റസൂലുൻ മുസദ്ദിഖുൻ ലിമാ മഅക്കും ലിതുമിനു ബിഹി വല തൻസുറുന്നഹു. സുമ്മ ജാഅക്കും റസൂലുൻ മുസദ്ദിഖുൻ ലിമാ മഅക്കും, നിങ്ങളുടെ കൂടെയുള്ളതിനെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ദൂതൻ നിങ്ങളുടെ അടുത്ത് വരുന്നതായാൽ ആയത്തിലൊരായത്തും. അതേ സമയത്ത് അതായത് കിതാബു ഹികാം. അപ്പൊ എന്ത് പറഞ്ഞു? മുഹമ്മദ് നബിയിൽ നിന്ന് കരാർ വാങ്ങിയിട്ടില്ലല്ലോ. അതിന് പ്രവാചകന്മാരിൽ നിന്ന് അവരുടെ ഉടമ്പടി വാങ്ങി, നിന്നിൽ നിന്നും വാങ്ങി ഓ മുഹമ്മദേ എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഉടമ്പടി വാങ്ങിയിട്ടുണ്ട് എന്ന് ഖുർആനിലുണ്ട്. വന്നിട്ടുള്ളൂ യുഫസ്സിലു ബഅ്ദുഹു ബഅ്ദ, ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ വിശദീകരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മീസാഖൻ നബീൻ രണ്ടേ ഖുർആനിലുള്ളൂ. അന്ന് രണ്ടും കൂട്ടിച്ചേർത്ത് വന്നത് മീസാഖൻ നബീൻ എന്ന നിലയിൽ രണ്ടും ഒന്നാണ്. അത് പറഞ്ഞപ്പോ അതല്ല എന്നാ പറയുന്നു. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അതിന് ഞങ്ങൾ എന്ത് പറഞ്ഞു? ഇത് അമാനി മൗലവി തന്റെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. അമാനി മൗലവി എഴുതിയതാണ് ഖുർആൻ വിവരണം മുജാഹിദ് സെന്റർ എന്ന് പ്രസിദ്ധീകരിക്കുന്നവരുടെ ഖുർആൻ പരിഭാഷ. അത് അബ്ദുസ്സലാം സുല്ലൈമിയുടെ വാപ്പാക്ക് വിഡ്ഢിത്തം പറ്റിയത്. ഇദ്ദേഹം പറഞ്ഞു ആത്മീയ പിതാവായ അമാനി മൗലവി പാപം ചെയ്യാത്ത ആളെന്നുള്ളത് ഞാനല്ലേ പാപം ചെയ്യാത്ത ആളെ. ഞാൻ പറഞ്ഞു വിശ്വസിച്ചൂടെ? സൗദി അറേബ്യയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഖുർആനിൽ ഉറുദുവിലും രണ്ട് കരാറും ഒന്നാണെന്നുണ്ട്. അൽവാഉൽ ബയാനിലും രണ്ട് കരാറും ഒന്നാണെന്നുണ്ട്. മറ്റു പല ഹദീസ് തഫ്സീർ കിതാബുകളിലും രണ്ട് കരാറും ഒന്നാണെന്നുണ്ട്. മാത്രമല്ല ഈ അമാനി മൗലവി എഴുതിയിട്ടുള്ള ഈ പറയുന്ന കരാറിൽ രണ്ടും ഒന്നാണെന്ന് പറഞ്ഞ ആ ഹദീസ്, ആ തഫ്സീർ എല്ലാ വിധത്തിലും സലഫുകളുടെ തഫ്സീറാണ്. ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് സലഫുകളുടെ വ്യാഖ്യാനത്തെ തള്ളിപ്പറയുമെന്ന് ഔദ്യോഗിക മുജാഹിദ് മടവൂരികൾക്ക് മറുപടി എഴുതുമ്പോൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഔദ്യോഗിക മുജാഹിദ് തന്നെ വന്നുകൊണ്ട് അതിനെ തള്ളിപ്പറയുമ്പോൾ ഇയാൾ മടവൂരി ആയോ എന്നാണ് ഇപ്പൊ സംശയം. മുഹമ്മദ് നബിക്ക് കൂടി ബാധകമാണ് എന്ന് മാത്രമാണ്. കവിഞ്ഞാൽ പറയാവുന്നത് മുഹമ്മദ് നബിക്ക് കൂടെ ബാധകമാണ് എന്നാണ് പ്രവാചകത്വ പരിസമാപ്തിയിൽ ജമമുജ പണ്ഡിതൻ ഇ എൻ ഇബ്രാഹിം മൗലവി പറയുന്നത്. ജമമുജ പണ്ഡിതൻ പറഞ്ഞ ആൾക്കാർക്ക് എന്താണ് ഇതെങ്ങനെ പറയുന്നത്? അങ്ങനെയാണ്. അതിന് വ്യാഖ്യാനം കാസറ്റുണ്ട്. മുജാഹിദ് സംവാദത്തിൽ അവരാണ് പണ്ഡിതന്മാരായിട്ട് വന്നത്. അപ്പോൾ കരാറ് രണ്ടും ഒന്നാണെന്ന് മുജാഹിദ് വ്യാഖ്യാനം അംഗീകരിക്കുകയില്ല. സൗദിയുടെ വ്യാഖ്യാനം അംഗീകരിക്കുകയില്ല. പൂർവ്വകാല മുഫസ്സിറുകളുടെ വ്യാഖ്യാനം അംഗീകരിക്കുകയില്ല. മറിച്ച് മടവൂരിന്ന് ഞാൻ പറയണം, എനിക്ക് മടവൂരിനോട് പ്രശ്നമൊന്നുമില്ല. അവര് പറയുന്ന ഭാഷയിൽ പറഞ്ഞെന്നുള്ളൂ, ക്ഷമിക്കണം. മടവൂരികളുടെ ആചാര്യനായ സുല്ലമി പറഞ്ഞത്, അത്തരം പറഞ്ഞതൊക്കെ അവർ വിഡ്ഢിത്തമാണ് എന്ന് പറഞ്ഞ അതേ വിഡ്ഢിത്തം താൽക്കാലികമായിട്ടെങ്കിലും സുല്ലമിയിൽ നിന്ന് കടമെടുത്ത് കാദിയാനികൾക്കെതിരെ വിളമ്പുവാൻ സലഫി തയ്യാറാകുമ്പോൾ അദ്ദേഹം കാല് മാറ്റിച്ചവിട്ടാൻ തയ്യാറായിട്ടുണ്ടോ എന്ന് ഔദ്യോഗിക മുജാഹിദുകൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സമയം വളരെ പരിമിതമാണ്. ഒരൊറ്റ വാക്കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. ഖാത്തമൻ നബിയ്യീന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വ്യാഖ്യാനമാണ് ലം യബ്ഖ മിനൻ നുബുവത്തി ഇല്ലൽ മുബശ്ശിറാത്ത്. നുബുവത്തിൽ മുബശ്ശിറാത്ത് അല്ലാതെ ഒന്നുമില്ല. ഒരു ഭാഗത്ത് നുബുവത്തിൽ ഒന്നുമില്ല എന്ന വാക്കുണ്ട്, അതേ സമയത്ത് ഒന്നുണ്ട് എന്ന വാക്കുണ്ട്. നബി തിരുമേനിയാണ് പറഞ്ഞത്. ഒരു ഭാഗത്ത് നുബുവത്ത് ബന്ദ് ചെയ്തിരിക്കുന്നു, മറുഭാഗത്ത് നുബുവത്തിൽ ഒരു ഭാഗം ബാക്കിയുണ്ട്. ലം യബ്ഖ മിനൽ മാലി ഇല്ലൽ ഫിദ്ദ, ഈ സ്വത്തിൽ ഒന്നും ബാക്കിയില്ല ഇനി വെള്ളി ഒഴികെ എന്ന് പറഞ്ഞാൽ വെള്ളി സ്വത്തിൽ
പെട്ട ഭാഗമാണ്. നുബുവത്തിൽ ഒന്നുമില്ല ബാക്കി എന്ന് പറഞ്ഞ് അൽ മുബശ്ശിറാത്ത് ബാക്കിയാണെന്ന് പറഞ്ഞാൽ മുബശ്ശിറാത്താകുന്ന നുബുവത്തിന് ബാക്കിയാണ്. ആ നുബുവത്താണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ വരുന്ന പ്രവാചകൻ ഉണ്ടാകുമെന്ന് നബി തിരുമേനി പറഞ്ഞിട്ടുള്ളത്. ആ നുബുവത്ത് മാത്രമാണ് ഹസ്രത്ത് മിർസാ ഗുലാം മുഹമ്മദ് അലൈഹി ഇസ്ലാമിനുള്ളത്. വേറെ ഒരു നുബുവത്തും മിർസാ ഗുലാം മുഹമ്മദ് അലൈഹി ഇസ്ലാമിനില്ല. പിന്നെ മിർസാ ഗുലാം മുഹമ്മദ് അലൈഹി ഇസ്ലാം പിന്നെ ഗ്രന്ഥങ്ങളിൽ നുബുവത്തുണ്ട് എന്നോ ഈസാ നബി മരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നത് പച്ചക്കളവാണ് എന്നൊരു വാക്ക് കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ ആയിനെ കമാലാത്തെ ഇസ്ലാം എന്ന പുസ്തകത്തിൽ നിന്ന് ഹസ്രത്ത് ഈസാ നബി അലൈഹിസ്സലാം ആകാശത്ത് നിന്നിറങ്ങുമെന്ന് എഴുതിയിട്ടുണ്ട് എന്ന് ഒരു ഉദ്ധരണി വായിച്ച് പറയുന്നു. ഈസാ നബി അലൈഹിസ്സലാമിന് ഒരു ഷെയ്ഖിന്റെയും ബയ്യത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. വരുന്ന ഈ ആകാശത്ത് നിന്നിറങ്ങുന്ന ഈസാ നബി ആകാശത്ത് നിന്നാണ് അദ്ദേഹത്തിന് അറിവുകൾ ലഭിക്കുക എന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന് അവരെ സംബോധന ചെയ്ത് എതിരാളികളെ സംബോധന ചെയ്ത് പറഞ്ഞു. ആ എതിരാളികളെ സംബോധന ചെയ്ത് പറഞ്ഞത് മിർസാ സാഹിബ് പറഞ്ഞിരിക്കുന്നു ആകാശത്ത് നിന്നാണെന്ന് ഇവിടെ ഉണ്ട് എന്നാണ് സലഫിയുടെ ഉദ്ധരിച്ച് പറയുന്നത്. അതിന് കാരണം എന്താണെന്നറിയോ? സാധാരണ വേറെ ആരുടെങ്കിലും കുറിപ്പാന്ന് നോക്കി വായിച്ചാൽ അങ്ങനെ സംഭവിക്കും. എന്റെ കയ്യിലുള്ളത് അതേ ആയിനെ കമാലാത്തെ ഇസ്ലാമാണ്. അദ്ദേഹം വായിക്കുന്നത് ഈ 409 പേജ്. അതേ ആയിനെ കമാലാത്തെ ഇസ്ലാമിന്റെ 278 പേജും 279 പേജും അള്ളാഹു ഈസാ നബി അലൈഹി ഇസ്ലാം മരിച്ചു എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് മിർസാ സാഹിബ് പറയുന്നു. വഖദ് മുനിയൽ ഖുർആനു മിൻ ആയാത്തിൻ തഷഹദു കുല്ലഹാ അന്നൽ മസീഹ ഇബ്നു മറിയമ ഖദ് തുവഫിയ. ഖുർആനിൽ ആയത്തുകൾ നിറഞ്ഞു കിടക്കുന്നു, അവയെല്ലാം തന്നെ സാക്ഷ്യം വഹിക്കുന്നു ഈസാ ഇബ്നു മറിയം മരിച്ചുപോയി എന്ന്. അതിന് അലാ തഖ്റഊന ഫിൽ ഖുർആനി യാ ഈസാ ഇന്നി മുതവഫീക ഫലമ്മാ തവഫൈതനി അലാ തഖ്റഊന വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത മിൻ ഖബ്ലിഹി റുസുൽ അലാ തഖ്റഊന ഫീ സഹീഹിൽ ഇമാമി അൽ ബുഖാരി മുതവഫീക മുമീതുക ഫലമ്മാ തവഫൈതനി എന്നും ഇന്നി മുതവഫീക എന്നും ഖദ് ഖലത മിൻ ഖബ്ലിഹി റുസുൽ എന്നും തവഫീക എന്നതിന് മുമീതുക എന്ന് ബുഖാരിയിൽ ഉണ്ട് എന്ന് അതിന്റെ മുമ്പുള്ള പേജുകളിൽ. അതിനുശേഷം എന്ന് 431 പേജിൽ ഈസാ മരിച്ചു എന്ന് സ്ഥാപിച്ചെഴുതുകയാണ്. അവരുടെ വാദം ആകാശത്ത് നിറങ്ങുന്ന ഈസാ നബിക്ക് ഒരു ഷേഖിന്റെയും ബയ്യത്ത് ചെയ്യാതെ അല്ലാഹുവിൽ നിന്ന് ഇൽമ ലഭിച്ചു. ഞാൻ പറയുന്നു, അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ സ്ഥാപകരുടെ ഗ്രന്ഥങ്ങൾ വൈരുദ്ധ്യത്തിന്റെ ഏതെങ്കിലും ഒരു വശം കാണിച്ചു തരുവാൻ സലഫി പ്രവൃത്തികളിൽ ആർക്കെങ്കിലും സാധ്യമാണെങ്കിൽ അവരെ ഉണ്ടെങ്കിൽ അതാണ് എടുത്ത് കാണിക്കേണ്ടത്. വൈരുദ്ധ്യങ്ങളില്ല എന്ന് സ്ഥാപിക്കുവാൻ ഏത് സമയത്തും ഏത് സ്ഥലത്തും ഞങ്ങൾ തയ്യാറാണ് എന്നറിയിച്ചു കൊള്ളുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.